Hi friends, welcome back to Single Legend Media. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കിഡിലൻ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, ആ സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കാനും അതിനപ്പുറത്ത് കാണുന്ന ചെറിയൊരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പുതിയ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് 2 weeks എബോവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒരു 150 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ സജഷൻസ് കൂടി എഴുതി വെക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പുതിയ നല്ലൊരു പ്രചോദനമാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ അങ്ങനെ സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് സജഷൻസ് നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു പ്രൈസ് വരുന്നത് നമുക്കതിൽ പ്രൈസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. ഏകദേശം 964 രൂപയാണ് ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സൈറ്റിൽ ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഞാൻ എടുത്തത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമ്മളിപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1500 1500 ആ റേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഓഫറിലെടുത്താണ്. ജസ്റ്റ് ഈ സാധനം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ. ഉള്ള വരുന്നത് ഒരു ബില്ല് കൊടുത്തിരിക്കുകയാണ്. ഏകദേശം ഒരു ബില്ലും അതിൻ്റെ സംഭവം 1 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാറണ്ടിയുടെ കാര്യങ്ങളൊക്കെ തോന്നുന്നു. അപ്പോൾ ബില്ലാണ് 964 രൂപയാണ് ബില്ല് കാണിച്ചിരിക്കുന്നത്. നമ്മളതിനകത്ത് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന കിഡിലെ ഐറ്റം റോക്കേഴ്സിൻ്റെ ഏകദേശം മോഡൽ വരുന്ന ഏതാണ് 255F ആണ്. റോക്കേഴ്സിൻ്റെ 255F വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് എന്തൊക്കെ നോക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ ഫോൾഡിങ് ജസ്റ്റ് നോക്കാം. അത് നമ്മൾ പറഞ്ഞ കിട്ടുന്ന സാധനം അത് നമ്മൾ നോക്കുന്നതിന് മുന്നേ അതിനോട് അതിനോട് എന്താ ചെറിയ സാധനങ്ങളൊക്കെ നോക്കാം. ഇതിലിപ്പോൾ ഒരു ചെറിയ 4 ബഡ്സ് വരുന്നുണ്ട്. ചെറിയ ബഡ്സ് വരുന്നുണ്ട്. നമുക്കിത് ജസ്റ്റ് കംഫർട്ടബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വരുന്നതാണ്. പിന്നെ നമ്മളിത് വരുന്നത് USB-C ടൈപ്പ് അല്ല, നോർമൽ ടൈപ്പ് കേബിൾ തന്നെ വരുന്നത്. ജസ്റ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജിങ് അഡാപ്റ്റർ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ കേബിൾ മാത്രം വരുന്നുണ്ട്. പിന്നീട് നമുക്ക് എന്തൊക്കെ ചെന്നൈ സൂപ്പർ കിങ് പരസ്യമൊക്കെ വന്നിട്ടുണ്ട്. നോക്കാം. പാല പോലെയുണ്ട്. ജസ്റ്റ് അതിൻ്റെ പരസ്യം പോലെയാണ്. പരസ്യമാണ്. ഇപ്പുറത്ത് സെയിം സാധനം തന്നെ, എക്സ്ട്രാ ഒന്നുമില്ല അതിൽ. പറഞ്ഞില്ല 1 year വാറണ്ടി എന്ന് പറഞ്ഞതാ. 1 year നമ്മുടെ വാറണ്ടി കാർഡ് വരുന്നുണ്ട് കേട്ടോ. വാറണ്ടി കാർഡാണ് ഇത് ഇവർ തന്നെ കൊടുക്കുന്നതാണ്. 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് ഇൻറ്റേർണൽ ഡാമേജ് മാത്രമേ ഉള്ളതാണ് കേട്ടോ. പ്രൊഡക്റ്റ് 1 year വാറണ്ടി ഉണ്ട് ഫുള്ള്. പിന്നെന്താണ്, പിന്നെ അതിന് ചെറിയൊരു മാനുവലാണ്. ചെറിയൊരു മാനുവൽ വരുന്നുണ്ടല്ലോ. ചെറിയ മാനുവൽ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐറ്റം തുറന്നോക്കാം. നമ്മൾ ജസ്റ്റ് ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്ത കിഡിലെ ഐറ്റം. അത് വരുന്നത് റിവ്യൂ ആയിട്ടൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടി ചാർജിങ്ങിൻ്റെ കേബിളിൻ്റെ കാര്യം പറഞ്ഞതാണ്. അതിൽ വരുന്നത് ഇതാണ് നോർമൽ ടൈപ്പ്. നോർമൽ ടൈപ്പ് ഇതാണ്. നോർമൽ ടൈപ്പ്
നോർമൽ ടൈപ്പ് കേബിളാണ്. അത് ജസ്റ്റ് ഇതാണ് വരുന്നത്. ഇതിൽ ഇവിടെയാണ് ചാർജിങ് വരുന്നത്. ഇതാണ് ചാർജിങ് വരുന്നത്. നമുക്ക് ഈ ചാർജിങ്ങിൻ്റെ താഴെ തന്നെ ആയിട്ട് കണ്ടോ, ഈ ചാർജിങ് പോർട്ടിൻ്റെ താഴെ തന്നെ ആയിട്ട് നമുക്ക് ഇതിനൊരു വോളിയം പ്ലസ് മൈനസ് സെൻറ്റർ ബട്ടൺ വരുന്നുണ്ട്. സെൻറ്റർ ബട്ടൺ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഓൺ ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് നോർമൽ എല്ലാം ചെയ്യുന്ന പോലെ പെയർ ചെയ്യാം. നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്ത് പെയർ ചെയ്യാം. പിന്നെ അതിലൊരു നമുക്ക് ഇൻഡിക്കേറ്റർ LED വരുന്നുണ്ട് കണ്ടോ, ജസ്റ്റ് ഓൺ ആയിട്ടുണ്ട് കണ്ടോ, റെഡ്. പിന്നെ ബ്ലൂടൂത്ത് ഓൺ ആയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്കത് പ്ലസ് ബട്ടൺ ഉണ്ട്, മൈനസ് ബട്ടൺ, സെൻറ്ററിൽ ഓൺ ബട്ടൺ. ഇത് നെറ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളത് ഓഫ് ആവും. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് ഇതിനോട് തന്നെ ഒരു ചെറിയൊരു റബ്ബറിൻ്റെ ബുഷ് പോലത്തെ സാധനം വരുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇത് കംഫർട്ടബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കംഫർട്ടബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമങ്ങനെ കുടഞ്ഞിറങ്ങും വീണ്ടും സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ട്. ഇത് അൺബോക്സിങ് വീഡിയോ മാത്രം ആയതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇഷ്ടമാണ്. ഇത് നമ്മളിങ്ങനെ വേണമെങ്കിൽ ഫോൾഡ് ചെയ്തൊരു പ്രശ്നം വരില്ല. ഫോൾഡ് ചെയ്ത് പ്രശ്നവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ലെവൽ യുവിൻ്റെ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് അധികം ഫോൾഡും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഇത്രയും കംഫർട്ടബിളായിട്ടില്ല, വെയ്റ്റ്ലെസ്സാണ് വരുന്നത്. നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൂ, നല്ല വെയ്റ്റ്ലെസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അറിയും കൂടെ ഇല്ല. ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അറിയാം. പിന്നെ നമുക്ക് പിന്നെ വേറെ നമുക്ക് നല്ല നിങ്ങളൊക്കെ വരുന്നുണ്ട്. കംഫർട്ടബിളായിട്ട് ഇടാം, സീനൊന്നുമില്ല. ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാത്തല്ലോ കേട്ടോ. വരുന്നത് ഇതിപ്പോൾ നമ്മുടെ കമ്പനി വരുന്നത് നോയ്സ് ക്യാൻസലേഷൻ പറയുന്നുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ സൈമൾട്ടേനിയസ്ലിയായിട്ട് കണക്ട് ചെയ്യാനാണ് അവർ പറയുന്നത്. അത് ഡിവൈസ് ഒരു സമയം കണക്ഷൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിന് ലെങ്ത്ത് വരുന്നത് 10 മീറ്റർ വരുന്നത്. 10 മീറ്ററിൽ നമുക്ക് ഈ സാധനത്തിന് 10 മീറ്റർ നീളത്തിൽ ഇതിൽ പവർ കിട്ടുന്നത് പറഞ്ഞാൽ ഇത് കണക്ഷൻ കട്ടാവാതെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് നോക്കാം, അതിൻ്റെ റിവ്യൂ നോക്കാം. അപ്പോൾ ഇത് 10 മീറ്റർ ചെറുതായിരിക്കും, നല്ല പവറിൽ കിട്ടുമായിരിക്കും. പിന്നെ അത് 6 hours ഇതിൽ 6 hours ചാർജ് നിൽക്കുന്നതാണ് പറയുന്നത്. ബാറ്ററി ബാക്കപ്പാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയാം. പിന്നെ അതിൽ 2 മാഗ്നറ്റ് വരുന്നുണ്ട്. ജസ്റ്റ് മാഗ്നറ്റ് വരുന്നുണ്ട്. കഴുത്തിലൊക്കെ ഇടുകയാണെങ്കിൽ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയുള്ള രീതിക്കാണ് വരുന്നത്. സിമ്പിളായിട്ട് ഉപയോഗിക്കാം. ഇത്രയുള്ള ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ അൺബോക്സിങ് വിജയകരമായിട്ട് പൂർത്തിയാക്കി എന്ന് പറയാം. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നത്